ഹായ് നമസ്കാരം. ഞാൻ പലപ്പോഴും ക്ലയൻറ്റുകളുടെ സ്റ്റാഫുകളുടെ എക്സിറ്റ് ഇൻ്റർവ്യൂവിലൊക്കെ ഇരിക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു പരിധിവരെ എംപ്ലോയീസ് എല്ലാം ഒരു സ്ഥാപനം വിട്ടു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ മാനേജേഴ്സൊക്കെ തന്നെയായിരിക്കും. അതിന് പറയുന്ന ഒരു പേരാണ് ടോക്സിക് മാനേജർ. അപ്പോൾ ഈ ഒരു നിങ്ങളൊരു ടോക്സിക് മാനേജർ ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള സൈനുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിലൊന്ന് മൈക്രോ മാനേജേഴ്സ്. നിങ്ങൾ മൈക്രോ ലെവൽ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊരു ടോക്സിക് മാനേജർ ആവും. രണ്ട്, പുവർ കമ്മ്യൂണിക്കേറ്റർ. പല കാര്യങ്ങളും സ്റ്റാഫ് അറിയേണ്ടതായിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും ചില മാനേജേഴ്സ് പിടിച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത, ഷിഫ്റ്റ് ബ്ലെയിംസ്. നിങ്ങളുടെ ആ ഒരു ടീമിന്റെ എഫിഷ്യൻസിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഒരു ടീം വർക്കായിട്ട് ഏറ്റെടുക്കാതെ പർട്ടിക്കുലർ ഒന്നോ രണ്ടോ എംപ്ലോയീസിന്റെ പേരിൽ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടോ. നാലാമതായിട്ട്, പ്ലേ ഫേവറേറ്റ്സ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ ലീവ് അപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിലടക്കം പല മാനേജേഴ്സും ഒരു ഫേവറിസം കാണിക്കാറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സ്റ്റാഫുകൾക്ക് ലീവ് കൊടുക്കുകയും മറ്റ് സ്റ്റാഫുകൾക്ക് അതേ കാരണം പറഞ്ഞാൽ ലീവ് കൊടുക്കാതിരിക്കും. ഇത് ഒരു ഉദാഹരണമാണ്. ഇത്തരം പല കാര്യങ്ങൾ ഫേവറിസമായിട്ട് കാണാറുണ്ട്. അഞ്ചാമതായിട്ട്, സെറ്റ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന എക്സ്പെക്ടേഷനോ ടാർഗറ്റോ ഒക്കെ അൺറിയലിസ്റ്റിക് ആണോ, അതായത് അവർക്ക് അച്ചീവ് ചെയ്യുന്നതിനും മുകളിലുള്ളതാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഹർഡിൽ വെക്കുമ്പോൾ തീർച്ചയായും ചാടി കിടക്കേണ്ട കഴിയുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കും അവർ. അപ്പോൾ അതിന് മുകളിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വെച്ച് അവർക്ക് തീർച്ചയായും നേടാൻ കഴിയില്ല. റിജക്ട് ഫീഡ്ബാക്സ്. ഫീഡ്ബാക്ക് ഇസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ചാമ്പ്യൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫീഡ്ബാക്കുകൾ നിങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനും നിങ്ങൾക്ക് മടിയുണ്ട് എങ്കിൽ അത് നിങ്ങളൊരു ടോക്സിക് മാനേജർ ആയതുകൊണ്ടായിരിക്കാം. ഏഴാമതായിട്ട്, ലാക്ക് ഓഫ് എമ്പതി. എമ്പതിയും സിമ്പതിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, എമ്പതി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും കാണുക എന്നുള്ളതാണ്. എംപ്ലോയീസിനെ അതേ രീതിയിൽ തന്നെ കാണുന്നുണ്ടോ നിങ്ങൾ. ഫെയിൽ ടു റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. നല്ല കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് റിവാർഡും റെക്കഗ്നീഷനും കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്ത ഒരാളായെങ്കിൽ നിങ്ങളൊരു ടോക്സിക് മാനേജർ ആവും.